നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? കല്ലറയുടെ മുമ്പിൽ ഉരുട്ടിവെച്ച വലിയ കല്ല് ആര് ഉരുട്ടി നീക്കും എന്ന ചിന്താഭാരത്തോട് കല്ലറയിലേക്ക് ഓടിയ മറിയ കല്ലറയുടെ വാതിൽക്കൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കാണുന്നു. കർത്താവിനെ അടക്കിയതിനു ശേഷം കർത്താവിൻ്റെ ശരീരം കാണാൻ ആദ്യം ചെന്നത് മഗ്ദലനക്കാരി മറിയയാണ്. യേശുതമ്പുരാന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാൻ ചെന്ന അവൾ ഒഴിഞ്ഞ കല്ലറയാണ് കാണുന്നത്. അവൻ്റെ ശരീരം കാണാതെ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ്. നിന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ നഷ്ടബോധത്തിൻ്റെ വേദനയാൽ നീ കരയുകയാണോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കും. ഈ ലോകത്തിൽ നിനക്ക് പ്രതിസന്ധികൾ വരുമ്പോഴും, നിന്റെ ഹൃദയം കലങ്ങുമ്പോഴും, നീ കണ്ണുനീർ തൂകുമ്പോഴും തമ്പുരാൻ നിന്റെ അടുത്ത് വന്ന് നിന്റെ കണ്ണുനീർ തുടയ്ക്കും. മറിയയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ജീവന്റെ ആഘോഷമായി മാറി. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ മഗ്ദലനക്കാരി മറിയയെ പോലെ കുരിശിനോട് ചേർന്ന് നിന്ന് പ്രതിസന്ധികളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് തമ്പുരാന്റെ ദൈവീയ സമാധാനത്തിൻ്റെ വാഹകരായി പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ഏവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.